1990കളിൽ തുടങ്ങിയ രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ ശില്പിയാണ് മൻമോഹൻ സിംഗ്. പണപ്പെരുപ്പവും ധനക്കമ്മിയും കൊണ്ട് വലഞ്ഞ് വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്താനൊരുങ്ങുകയായിരുന്നു രാജ്യം. സോവിയറ്റ് യൂണിയന്റെ തകർച്ച കൂടിയായതോടെ പിടിവിടാനൊരുങ്ങി നിന്ന ഇന്ത്യയുടെ ധനമന്ത്രിയായി പ്രധാനമന്ത്രി നരസിംഹറാവു മൻമോഹൻ സിംഗിനെ നിർദ്ദേശിച്ചതോടെ സ്ഥിതി മാറി. പിൽക്കാലത്ത് രാജ്യത്തിന്റെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് അടിസ്ഥാനമായ ഉദാരവത്കരണ, സ്വകാര്യവത്കരണ, ആഗോളവത്കരണ നയങ്ങൾക്ക് മൻമോഹൻ സിംഗ് തുടക്കമിട്ടു. അടിയന്തര ചെലവുകൾക്ക് പണം കണ്ടെത്താൻ റിസർവ് ബാങ്ക് 46.91 ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ജപ്പാനിലുമായി പണയം വച്ച് $400 ദശലക്ഷം സമാഹരിച്ചു. പിന്നാലെ ഇന്ത്യൻ പണത്തിന്റെ മൂല്യം കുറച്ച് ആഗോള വിപണിയിലേക്ക് ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിക്കാൻ വഴിയൊരുക്കി. ഇറക്കുമതി തീരുവ കുറച്ചു. വിദേശ വ്യാപാര നിയന്ത്രണങ്ങൾ പലതും എടുത്തുകളഞ്ഞ് 80% മേഖലയെ സംരംഭക സൗഹൃദമാക്കി. ലൈസൻസ് രാജ് അവസാനിപ്പിച്ച് വ്യാപാര അനുമതികൾ കാര്യമായി ലഘൂകരിച്ചു. പൊതുമേഖലയ്ക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടിരുന്ന 17 വ്യവസായങ്ങൾ 8 ചുരുക്കിയതുവഴി ഈ മേഖലകളിൽ ഉയർന്ന സ്വകാര്യ വിദേശ നിക്ഷേപങ്ങളും തൊഴിലുമുണ്ടായി. അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഇന്ത്യയെ നയിക്കുകയും ഇന്ത്യൻ വിപണിയിലേക്ക് അന്താരാഷ്ട്ര വ്യവസായത്തെ സ്വാഗതം ചെയ്യുക വഴി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെട്ടു. മൈദവോളു നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കിക്കൊണ്ട് ബാങ്കിംഗ് മേഖലയെ കാര്യക്ഷമമാക്കി. ബാങ്കുകളുടെ നിയമാനുസൃത ദ്രവ്യതാ അനുപാതം അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 38.5 നിന്ന് 25% കുറച്ചു. ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചു വർഷങ്ങളിലേക്ക് 25 നിന്ന് 10% താഴ്ത്താൻ അനുമതി നൽകി. നിയന്ത്രണങ്ങളിൽ വരുത്തിയ ഇളവുകൾ ബാങ്കുകൾക്ക് കൂടുതൽ പണം ചെലവഴിക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തിന് ഗുണമായി. ബാങ്കുകളുടെ ലൈസൻസിംഗ് നടപടികൾ ലഘൂകരിക്കുകയും പലിശ നിരക്കുകളിലെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയും ചെയ്തു. 2007 തുടങ്ങിയ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഘാതത്തിലും ഇന്ത്യയിലെ ബാങ്കുകൾ തകരാതെ പിടിച്ചുനിന്നത് നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കിയത് മൂലമാണെന്ന് വിലയിരുത്തപ്പെട്ടു. വിപണി തുറന്നിട്ടുകൊണ്ടുള്ള മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരങ്ങളിലെ ശാസ്ത്രീയത നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി ഊർജിതപ്പെടുത്തുന്നതിനും പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകുന്നതിനും വഴിയൊരുക്കി. പ്രധാനമന്ത്രിയായിരിക്കെ 2005 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 1ാം UPA സർക്കാർ നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിലെ വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും രാജ്യമാകെ വനിതാ ശാക്തീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തതും ചരിത്രം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.